നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പ്രതിഷേധിച്ച് ജന്തർ മന്ദറിൽ നിരാഹാര സമരം നടത്തിയ പ്രമുഖ വിദ്യാഭ്യാസ പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ ബലപ്രയോഗത്തിലൂടെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടും സമരം തുടരുന്ന യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടും ഇൻഷുറൻസ് ജീവനക്കാർ LIC എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ LIC ഓഫീസുകൾക്ക് മുന്നിൽ കവാട യോഗങ്ങൾ നടത്തി. കണ്ണൂരിൽ നടന്ന പ്രതിഷേധ യോഗം LIC എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് ഡിവിഷൻ പ്രസിഡന്റ് K. ബാഹുലയൻ ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാരായ വിദ്യാർത്ഥികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ തന്നെ ഒരു മരീചികയായി മാറുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ പരീക്ഷയിലുള്ളത്. അതിന് എല്ലാ പ്രാദേശിക ഭാഷകളിലും പരീക്ഷ എഴുതാൻ പറ്റുന്ന ഒരു സംവിധാനമില്ല. ഈ രീതിയിൽ മികച്ച രീതിയിൽ കോച്ചിങ്, ഈ രീതിയിൽ തന്നെ ചോദ്യ പേപ്പർ ലീക്കാക്കി എടുക്കുക, അതിന് പരീക്ഷ എഴുതിക്കുക, എന്നിട്ട് ആ പാസ്സാക്കി എടുക്കുക, അതിന് പ്രത്യേകം കാശ് കോടികൾ മുടക്കാൻ ആൾക്കാർ ചെയ്യാറുണ്ട്. ആ രീതിയിലൊക്കെയുള്ള രീതിയിലുള്ള വൻതോതിലുള്ള അഴിമതി നടക്കുന്ന ഒരു മേഖലയായി ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗം മാറിക്കഴിഞ്ഞ ഒരവസ്ഥയിലാണ് ഈ രീതിയിൽ യുവാക്കളും വിദ്യാർത്ഥികളും ഡൽഹിയിൽ കഴിഞ്ഞ 40 ദിവസമായിട്ട് വൻതോതിൽ ആൾക്കാർ സംഘടിപ്പിച്ചുകൊണ്ട് ജന്തർ മന്ദറിൽ ഈ രീതിയിലുള്ള ഒരു വൻപിച്ച പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിനിടയിലാണ് നമ്മുടെ ഈ പറഞ്ഞ രീതിയിലുള്ള നമ്മുടെ ജനകീയ നേതാവായിട്ടുള്ള സോനം വാങ്ചുക്, അദ്ദേഹം വിദ്യാഭ്യാസ പ്രവർത്തകൻ കൂടിയാണ്. അദ്ദേഹം ഈ സമരത്തിലേക്ക് കടന്നു വരികയും അവിടെ ഈ ആവശ്യങ്ങളൊക്കെ തന്നെ അംഗീകരിക്കുന്നതിന് മറ്റൊന്നും ഒറ്റൊരാവശ്യമുള്ളൂ. എന്താണ്? ഇന്ത്യയുടെ വിദ്യാഭ്യാസ രംഗത്ത് ഒരു ഉത്തരവാദിത്വം വേണമെന്നുള്ളതാണ്, അക്കൗണ്ടബിലിറ്റി വേണമെന്നുള്ളതാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആർക്കാണ് ഈ മേഖലയുടെ ഉത്തരവാദിത്വം എന്നുള്ള ജനങ്ങൾക്ക് അറിയേണ്ടത്. ആ രീതിയിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ഈ രീതിയിൽ നിരന്തരമായി CBSE പരീക്ഷകൾക്കും അതുപോലെ തന്നെ നീറ്റ് പരീക്ഷ അതുപോലെയുള്ള മറ്റ് പരീക്ഷകളൊക്കെ തന്നെ ഈ രീതിയിൽ വൻതോതിൽ അഴിമതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അക്കൗണ്ടബിലിറ്റി ഒരാൾ ഏറ്റെടുക്കണമെന്നും അത് കേന്ദ്രമന്ത്രി തന്നെ ആയിരിക്കണമെന്നും ധർമ്മേന്ദ്ര പ്രധാൻ ആയിരിക്കണമെന്നും അദ്ദേഹം രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ 21 ദിവസമായി ഡൽഹിയിൽ അദ്ദേഹം നിരാഹാരം കിടക്കുകയായിരുന്നു. അദ്ദേഹത്തെ ഇന്നലെ പെട്ടെന്ന് തന്നെ ഡൽഹി പോലീസ്, ഇന്നലെയല്ല ഇന്നാണ് അദ്ദേഹത്തെ ഡൽഹി പോലീസ് അദ്ദേഹത്തിൻ്റെ നിരാഹാര പന്തലിലേക്ക് കടന്നു വരികയും വല്ലാത്ത രീതിയിൽ ബലപ്രയോഗത്തിലൂടെ 21 ദിവസമായിട്ട് നിരാഹാരം കിടക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെ ബലപ്രയോഗത്തിലൂടെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്യുക എന്നത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിന് വിരുദ്ധമായ രീതിയിൽ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പ്രക്ഷോഭത്തെ ഇല്ലാതാക്കാമെന്നാണ് കേന്ദ്ര സർക്കാർ കരുതിയിരുന്നെങ്കിൽ അങ്ങനെയല്ല എന്നുള്ളത് അവിടെ വിദ്യാർത്ഥികളും യുവജനങ്ങളും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയതിനു ശേഷം സമരം ഏറ്റെടുത്തുകൊണ്ട് വിദ്യാർത്ഥികൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. കണ്ണൂർ കാസർഗോഡ് ജില്ലാ കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ CC വിനോദ് അധ്യക്ഷത വഹിച്ചു. AM മനോഹരൻ, T മണി, പ്രദീപൻ കണ്ണൂത്ത്, ദിബ്ന ദിനേശ് എന്നിവർ സംസാരിച്ചു.